ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മളിട്ട റിംഗ് മേക്കിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. പെയിൻറ്റിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് മുന്നേ തന്നെ ഡ്രൈ ആയിട്ടുള്ള റിംഗ് നമുക്കൊന്ന് സാൻഡ് പേപ്പർ വെച്ചിട്ട് നല്ലോണം വരച്ച് സ്മൂത്താക്കി കൊടുക്കണം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണാം. എങ്കിലാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് മര്യാദക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ചാനൽ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ പെയിൻ്റ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഏത് പെയിൻ്റ് അടിക്കണം എന്നുള്ള വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് വരെ നമുക്ക് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആദ്യം യെല്ലോയും റെഡും കൂടി മിക്സ് ചെയ്തപ്പോഴത്തേക്കും ഓറഞ്ച് അല്ല, പക്ഷെ ഒരു പീച്ച് പോലത്തെ ഒരു നല്ലൊരു ഷെയ്ഡ് കിട്ടി. റെഡും അല്ല ഓറഞ്ചും അല്ല, അതിൻ്റെ ഒരു മിഡിൽ നിൽക്കുന്ന ഒരു കളർ കിട്ടി. അപ്പം ഞാൻ അതാണ് ഹാർട്ടിന് അടിച്ചു കൊടുക്കുന്നത്. പിന്നെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എല്ലാവരുടെയും മാക്സിമം സപ്പോർട്ട് എനിക്ക് വേണം. കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇനി എന്ത് വീഡിയോ ആണ് കാണാൻ താല്പര്യം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എന്ത് ടൈപ്പ് ഓഫ് ആർട്ടാണ്, ക്രാഫ്റ്റ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഷുവറായിട്ടും ചെയ്യണതായിരിക്കും. അപ്പോൾ നമ്മൾ 2 കോട്ട് വെച്ച് അടിക്കണം. ഇല്ലെങ്കിൽ അത് നമ്മുടെ ക്ലേ പ്രത്യേകിച്ച് ഗ്രേ കളർ ആയതുകൊണ്ട് 2 കോട്ട് അടിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പം നമ്മൾ 2 കോട്ട് അടിക്കണം. അടുത്തത് നമ്മൾ ആ റിങ്ങിൻ്റെ പോർഷൻ അടിക്കാനായിട്ട് ഞാൻ ബ്ലൂവും റെഡും കൂടി മിക്സ് ചെയ്തപ്പോൾ ഒരു പേർപ്പിൾ കളർ കിട്ടുമല്ലോ. ആ പർപ്പിളിൻ്റെ കൂടെ കുറച്ച് യെല്ലോയും കൂടി മിക്സ് ചെയ്തപ്പോൾ ഒരു ലൈറ്റ് പേർപ്പിൾ കളർ എനിക്ക് കിട്ടി. അപ്പോൾ അതാണ് ഞാൻ ആ റിങ്ങിൻ്റെ പോർഷൻ്റെ അടിക്കുന്നത്. അപ്പോൾ ഇതും നമ്മൾ 2 കോട്ട് വെച്ച് അടിക്കണം. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മോഡ് പോഡ്സ്, അതായത് കുറച്ച് ഗ്ലോസി ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ മോഡ് പോഡ്സ് അടിക്കുന്നത്. മോഡ് പോഡ്സ് ഇല്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് സാധാ ഫെവിക്കോൾ ആണെങ്കിലും അടിച്ചു കൊടുത്താൽ മതി. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ ബൈ.